ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കുറുപ്പ് സാറിന്റെ ഓഫീസിൽ നിന്ന് വരികയാണ്. കുറുപ്പ് സാർ ഒപ്പിടേണ്ട ചില ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ഒപ്പിട്ടാൽ ഫയലുകളെല്ലാം മാറ്റാമല്ലോ. അച്ഛന് പകരം ഞാൻ ഒപ്പിട്ടാൽ മതി, കുഞ്ഞൊപ്പിട്ടാ മതി. സാധ്യമല്ല. ഈ ഡോക്യുമെന്റ്സിൽ കൈയൊപ്പിടാൻ ഞാൻ അത്ര ബുദ്ധിയില്ലാത്തുള്ളൂ. എന്തിനും എനിക്കൊരു വക്കീലുമായിട്ട് ആലോചിക്കണം. ഇത് അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് ഒപ്പിട്ടെന്ന് കരുതി തല പോകത്തൊന്നുമില്ല. മറിച്ചെന്താണ്? ഒപ്പിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ തല പോയെന്ന് വരും. അത് അപ്പോഴല്ലേ? അപ്പോഴല്ല, ഇപ്പോൾ. മര്യാദയ്ക്ക് ഒപ്പിടുന്നോ ഇല്ലയോ? ഇല്ല. ഓഹോ, വലിയ ബുദ്ധിമതി. പിടിക്കണ ഇവളെ. നിന്റെ ഒപ്പിന് വലിയ കനമാണല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നോ? എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. നീ ഒരു കൊച്ചു തന്റേടിയൻ. ഞാൻ പറയുന്നതനുസരിച്ചാൽ ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ പോലെ എളുപ്പത്തിൽ മരിക്കാം. എന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. നീയോ? എന്താ എന്ത് ചെയ്യാൻ പോകുന്നു? John, come. Sobe. You are so beautiful. Come on. നിന്നെ എനിക്ക് വേണം. ഞാൻ സമ്മതിക്കാം. മിടുക്കി, ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വന്നത്. Come to my room. My sweetie. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ നിന്നെയും.
എന്നെ കൊല്ലാൻ വരുന്ന ബാബേട്ട. ബാബേട്ട, ഞാൻ എന്തിനു ഒപ്പിട്ട് കൊടുക്കണമെന്ന് അച്ഛന് പകരം. ബാബേട്ട, എന്റെ അച്ഛനെ കൊന്നത് ബാബേട്ടനല്ല, ആ റോക്കിയാണ്. ഞാൻ പറയുന്നത് സത്യമാണ് ബാബേട്ട. അതെ, റോക്കിയാണ് കൊന്നത്, ബാബേട്ടനല്ല. ബാബേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാവും വരുന്നു. പറയടാ, നീ എന്തിനു വന്നു? ഞാൻ പറയാം. എന്താണ് ഈ കേറ്റുന്നത്? തന്നോടാ ചോദിച്ചത്, എന്താണ് ഈ കേറ്റുന്നത്? റോക്കിയോടെ ഒന്ന് ചോദിക്കണ്ട, ഞാൻ പറയാം. വരൂ വരൂ, കമാൺ വരൂ. എക്സസ് വന്ന കുറെ ചരക്ക് വിറ്റയക്കാവുന്ന കരുതി. എക്സസോ? ഇവിടെ ആവശ്യത്തിനുള്ള ഉൽപാദനമാണല്ലോ നടക്കുന്നത്. ഇത് വ്യാജ ചരക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബിസിനസ് ആണെന്ന് അറിഞ്ഞാൽ മതി. പോരാ, എനിക്കറിയണം. എന്താണ് മിസ്റ്റർ ഗോപിനാഥൻ അറിയേണ്ടത്? ഞാൻ പറയാം. ഞാൻ ഈ ഫാക്ടറിയിലെ ചീഫ് കെമിസ്റ്റാണ്. എന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ചരക്കുകൾ വിറ്റഴിക്കുന്നത്. മിസ്റ്റർ ഗോപിനാഥ്, ഈ സന്ദർഭത്തിൽ ഇതൊരു പ്രശ്നമാക്കരുത്. ഇങ്ങനെ ചിലർ ചെയ്താലേ കമ്പനി റൺ ചെയ്യും. ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ഇന്നു മുതൽ ഞാൻ ഈ സ്ഥാപനത്തിൽ ആരുമല്ല. എന്താണ്? എന്തു വേണം? ഒരു കാര്യം പറയാനുണ്ട്. എന്നോടൊന്നും പറയണ്ട. അങ്ങനെ പിണങ്ങിയാലോ? ഗോപിനാഥൻ, ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ല നീ പറഞ്ഞത്. നീ ജീവിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിന്നെ കൊന്നാൽ ബാബു കൊന്നതാണെന്നേ ലോകം ധരിക്കും. ബാബുവും നീയും ശത്രുക്കളല്ലേ? ബാബു കൊന്നുവെന്ന് ഉറപ്പ് സാക്ഷി പറയും. മകളുടെ കണ്ണീര് കണ്ട കുറുപ്പ് ബാബുവിനെതിരായി സാക്ഷി പറയില്ലെന്ന് ബോധ്യമായപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നു. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിരപരാധിയാണ്. മുതലാളിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യേണ്ടി വന്നു. എവിടെയാണ് എന്റെ മുതലാളി? വരൂ, ഞാൻ കാണിച്ചു. കമാ